നമസ്കാരം പ്രിയമുള്ളവരെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. റാന്നിയിലെ ഒരു വിവാഹ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ആകമാനം നിറഞ്ഞിരുന്നത്. റാന്നിയിൽ ഉള്ള ഇറ്റലിയിൽ ജോലി ചെയ്യുന്ന ഒരു യുവാവ് കടുതുരുത്തിയിലുള്ള ദുബായിൽ നഴ്സായി ജോലി ചെയ്യുന്ന ഒരു യുവതിയെ കല്യാണം കഴിച്ചു. അപ്പോൾ ജ്ഞാനായ സമുദായക്കാരാണ്. ജ്ഞാനായ സമുദായക്കാർ എൻ്റെ അറിവനുസരിച്ച് രാത്രിയിലാണ് അവരുടെ കല്യാണം നടക്കുന്നത്. അപ്പോൾ ചടങ്ങൊക്കെ കഴിഞ്ഞ് ചെറുക്കൻ വളരെ ആവേശപൂരിതമായിട്ട് പെണ്ണിൻ്റെ റൂമിലോട്ട് കടന്നു ചെല്ലുമ്പോഴാണ് അറിയുന്നത് താൻ കല്യാണം കഴിച്ചത് ഒരു പെണ്ണിനെയല്ല, ഒരാണിനെയാണ്, ട്രാൻസ്ജെൻഡറെയാണെന്ന്. കാരണം ആ ചെറുക്കൻ്റെ വീട്ടുകാരും പറയുന്നത് കല്യാണം കഴിച്ച പെണ്ണ് കട്ടിലിൽ വെറും ഒരു പാൻറ് മാത്രം ഇട്ടുകൊണ്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ ചെറുക്കന് മനസ്സിലായി താൻ കല്യാണം കഴിച്ചത് പെണ്ണിനെയല്ല, ആണിനെയാണെന്ന്. അങ്ങനെ അയാൾ പിറ്റേന്ന് അച്ഛന് ഹോസ്പിറ്റലിൽ പോകണം, എറണാകുളത്തൊരു ഹോസ്പിറ്റലിൽ പോകണം എന്ന വ്യാജേനെ പെണ്ണിൻ്റെ വീട്ടിൽ കൊണ്ട് ഇറക്കി വിട്ടിട്ട് ചെറുക്കൻ നൈസായിട്ട് ഇറ്റലിയിലോട്ട് പോയി. ഇറ്റലിയിലോട്ട് പോകുന്നതിന് മുമ്പ് കല്യാണം കഴിച്ച ദുബായിൽ നഴ്സായ ആ പെണ്ണിൻ്റെ സഹോദരിക്ക് അയച്ച ഒരു മെസ്സേജ് ഉണ്ട്. അതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടി ഇങ്ങനെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ എനിക്ക് സംശയമുണ്ടായിരുന്നു. കാരണം ചെറുക്കൻ്റെ വീട്ടുകാരും പറയുന്നത് ആ ചെറുക്കൻ കല്യാണം കഴിച്ചത് സ്ത്രീയെയല്ല, മറിച്ച് ഒരു പുരുഷനെയാണ്, സ്ത്രീ എന്ന് പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു, ട്രാൻസ്ജെൻഡറാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വിവരമനുസരിച്ച് ചെറുക്കൻ്റെ വീട്ടുകാരുടെ വാദഗതി തെറ്റായിരുന്നു. ആ സ്ത്രീ, ആ കടുതുരുത്തിയിലുള്ള ദുബായിൽ നഴ്സായി വർക്ക് ചെയ്യുന്ന കുട്ടി യഥാർത്ഥത്തിൽ പെണ്ണു തന്നെയായിരുന്നു. പിന്നെ ചെറുക്കന് കല്യാണം കഴിച്ചതിന് ശേഷം ആ പെണ്ണിൻ്റെ സൗന്ദര്യമൊന്നും പോരാ, തൻ്റെ സങ്കല്പത്തിലുള്ള പെണ്ണല്ല എന്നൊക്കെ തോന്നിയത് കൊണ്ടാണ് ഇത്തരം പൊളിപ്പൻ കഥകൾ, ആരും വിശ്വസിക്കാത്ത കള്ളക്കഥകളൊക്കെ പറഞ്ഞ് ചെറുക്കൻ ഇറ്റലിയിലേക്ക് ഫ്ലൈറ്റ് കയറിയത് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. പക്ഷേ എനിക്ക് ഈ കഥ കേൾക്കുമ്പോഴേ ഡൗട്ടുണ്ടായിരുന്നു. കാരണം ഈ പെണ്ണ് അഥവാ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ചെറുക്കൻ്റെ വീട്ടുകാർ ആരോപിക്കുന്ന കടുതുരുത്തിയിലെ പെൺകുട്ടി വർക്ക് ചെയ്തത് ദുബായിലാണ്. അപ്പോൾ ദുബായിലെ നഴ്സാണ്. അപ്പോൾ അവിടെ വളരെ വിദഗ്ധമായ മെഡിക്കൽ ചെക്കപ്പും എക്സ്റേയും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജോലി കിട്ടുന്നത്. അപ്പോൾ ഞാൻ കുറേ നാൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ട് എനിക്കറിയാം. അപ്പോൾ അവർ ട്രാൻസ്ജെൻഡർ ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ അവർക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. മാത്രമല്ല ദുബായ് ഹെൽത്ത് അതോറിറ്റിക്ക് നാട്ടിൽ ഇത്തരം കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതിനൊക്കെ ഏജൻസീസൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കുട്ടി വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ അവരതിൻ്റെ ഡീറ്റെയിൽസ് തിരക്കും. അപ്പോഴൊക്കെ അവർക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവർ അങ്ങനെ ഹോസ്പിറ്റൽ നഴ്സായിട്ട് വെക്കില്ല. പ്രത്യേകിച്ചും അവിടെ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയതുകൊണ്ട്, സ്ത്രീകളുടെ ഇടയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് ഒരു ട്രാൻസ്ജെൻഡറെ അവരൊരിക്കലും പരിഗണിക്കില്ല. കാരണം കുറച്ചുകൂടി ഓർത്തഡോക്സ് വിശ്വാസമുള്ളവരായതുകൊണ്ട് തന്നെ. അല്ലെങ്കിൽ തന്നെ നീണ്ടകാലം ദുബായിൽ വർക്ക് ചെയ്ത ഈ പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ കൂടെ വർക്ക് ചെയ്ത ആളുകൾക്ക് അറിയാമായിരിക്കും. അവർ റിപ്പോർട്ട് ചെയ്യും. അങ്ങനെ ആ പെൺകുട്ടിയുടെ ജോലി നഷ്ടപ്പെടുവാനോ നാട്ടിലറിയാനോ ഒക്കെ സാധ്യതയുണ്ട്. പക്ഷേ അതൊന്നും ആയിരുന്നില്ല. ആ കുട്ടി റിയലായിട്ടുള്ളൊരു പെൺകുട്ടി തന്നെ ആയിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ഈ ചെറുക്കന്, ഈ നമ്മുടെ റാന്നിയിലുള്ള ആ ചെറുക്കന് കല്യാണത്തിൻ്റെ അന്നാണ് തൻ്റെ സങ്കല്പത്തിലുള്ള പെൺകുട്ടിയല്ല എന്ന തോന്നലുണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. പക്ഷേ അവൻ സ്വർണമൊക്കെ വലിച്ച് അടിച്ചു മാറ്റി കയ്യിൽ വെച്ചിട്ടാണ് പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നതെന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. യുവന്മാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഈ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പെണ്ണ് കാണൽ, അങ്ങനെ കുറേ ചടങ്ങുകളുണ്ട്. അപ്പോഴൊന്നും തൻ്റെ സങ്കല്പത്തിൽ ഉള്ള പെണ്ണാണ് അല്ല എന്നൊന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് യുവന്മാർക്കില്ലേ? കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി മാത്രമാണോ ഈ സങ്കല്പത്തിലുള്ള പെണ്ണല്ല, സങ്കല്പത്തിലുള്ള പെണ്ണാണ് എന്നൊക്കെ സത്യം മനസ്സിലാക്കുന്നത്? പ്രത്യേകിച്ച് അവൻ പറയുന്നൊരു കാര്യമുണ്ട്, ഈ ഓൺലൈനിലൂടെയാണ് കണ്ടത് എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ചാറ്റ് വഴിയാണ് കണ്ടതെന്നൊക്കെ. സത്യത്തിൽ ഇവന്മാരൊക്കെ മണ്ടന്മാരാണ്. കാരണം ഇപ്പോൾ ചാറ്റ് വഴി കാണുന്ന ഒരു പെണ്ണിൻ്റെ റിയൽ സൗന്ദര്യമല്ല എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇവനില്ലേ. കാരണം ഒരുപാട് ഫിൽറ്റർ ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മുടെ കുറേ ടിക്ടോക്ക് താരങ്ങളും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം താരങ്ങളും ഒക്കെ നമ്മൾ വളരെ സൗന്ദര്യവതികളും സുന്ദരന്മാരുമായിട്ട് കാണും. പക്ഷേ യഥാർത്ഥത്തിൽ ഇവരൊക്കെ റിയൽ നമ്മൾ കാണുമ്പോൾ അത്രയും സൗന്ദര്യമുണ്ടോ എന്ന് തോന്നും. അപ്പോൾ ഇത്തരം ഫിൽറ്റർ ആപ്ലിക്കേഷൻസൊക്കെ ഉണ്ട് എന്ന് സാമാന്യ ബുദ്ധി പോലും ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇവനൊന്നില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സത്യത്തിൽ ആ പെൺകുട്ടിയെ
ഓർത്ത് വളരെ കഷ്ടം തോന്നി. ഇതേ കണക്കുള്ള കശ്മലന്മാരുടെയൊക്കെ കല്യാണം കഴിച്ച് ഭാവി തകർത്ത് കളയുന്ന പെൺകുട്ടികൾ എത്രത്തോളമാണ് നമ്മുടെ കേരളത്തിൽ. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ പെടുത്തുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.